ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾ നോക്കി നിൽക്കെ മോദി ഈ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട് മോദി പ്രതികരിച്ചത് ഇപ്രകാരമാണ്: വെറുതെ വിടില്ല, ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു, ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. മോദി ഇതിനകത്ത് ബന്ധപ്പെട്ട ഒരാളെയും വെറുതെ വിടുന്ന ഒരു അവസ്ഥയില്ല, അവരെല്ലാം ശിക്ഷിക്കപ്പെടും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. മോദി അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് ഉടനെ അമിത്ഷാ വിളിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ കാശ്മീരിൽ എത്താൻ പറയുന്നു. കാശ്മീരിൽ അദ്ദേഹം എത്തിയതിനു ശേഷം ഇന്നൊരു ദിവസം കൂടി ഈ പറയുന്ന സൗദി അറേബ്യയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്നലെ രാത്രി പരിപാടികൾ വെട്ടിച്ചുരുക്കി രാവിലെ ഇന്ത്യയിലെത്തി എയർപോർട്ടിൽ അടിയന്തരമായിട്ട് യോഗം കൂടി തീരുമാനമെടുത്തിരിക്കുന്നു. എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ പട്ടാള മേധാവികളുമായിട്ടും അതുപോലെ അജിത് ഡോവലുമായിട്ടും ഒക്കെ കൂടിയിരുന്ന് എന്ത് ചെയ്യണം, എന്ത് വേണം, എന്താണ് സംഭവിച്ചത്, ഇനി എന്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, എവിടെയാണ് പാളിച്ച, എങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായ തീരുമാനം ഒരു ഓഫീസിൽ പോലും പോകുന്നതിനും പോലും തയ്യാറാവാതെ എയർപോർട്ടിൽ വെച്ച് തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇതിനു മുമ്പ് ഓർമ്മയുണ്ടാവും പുൽഗാം ഭീകര ആക്രമണ കേസ്, വളരെ കൂടുതൽ സൈനികർ മരണപ്പെട്ട ഒരു വലിയ ഭീകരാക്രമണം. അന്ന് മോദി പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാകും, മോദി പറഞ്ഞിരുന്നു, ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ളവർ എവിടെ ചെന്നിരുന്നാലും വീട് കയറി അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. വീട് കയറി അടിച്ചിരിക്കുമെന്ന് മോദി പറഞ്ഞതിന് ശേഷം ഏതാണ്ട് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം പാകിസ്ഥാൻ ബോർഡർ കടന്ന് പാകിസ്ഥാനകത്ത് ചെന്ന് ഏതാണ്ട് 400ഓളം ഭീകരരെ വകവരുത്തിയിട്ട് തിരിച്ചു വന്ന ഒരു കഥയുണ്ട്. പാകിസ്ഥാൻ അത് ഓർമ്മ കാണും. അന്നാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന സൈനികൻ പാകിസ്ഥാനകത്ത് അല്ലെങ്കിൽ പാരച്യൂട്ടിൽ വീഴുകയും ആ സൈനികനെ പാകിസ്ഥാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ പട്ടാളക്കാർ പിടിച്ചു വെക്കുകയും തിരിച്ചു തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കറാച്ചി കത്തിക്കാൻ തീരുമാനിച്ച വിവരം ഒരുപക്ഷെ മാധ്യമങ്ങൾ കൂടി അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയെ ബാധിച്ച് വെളിയിൽ വരാത്ത സംഭവം ഒരു വട്ടം ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കഥ നമുക്ക് ഓർമ്മ കാണും. ഞാനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മോദിയെ വിളിച്ചിരുന്നു. ആ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായപ്പോൾ മോദി എന്ന് പറയുന്ന രാജ്യസ്നേഹിയെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യഥാർത്ഥ മുഖം ഞാൻ കണ്ടു. ആരും തീരുമാനിക്കണ്ട, എനിക്കറിയാൻ തീരുമാനിക്കാൻ, ആ കാര്യത്തിൽ എന്നെ ആരും വിളിക്കണ്ട എന്ന് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും, ചർച്ച ചെയ്ത്. അതായത് ഇന്ത്യക്കൊരു വിഷയം വരുമ്പോൾ, ഇന്ത്യക്കകത്തൊരു പ്രശ്നം വരുമ്പോൾ മോദിയുടെ മുഖം അല്ലെങ്കിൽ സൗമ്യതയുടെ മുഖമല്ല, ലാളിത്യത്തിന്റെ മുഖമല്ല, ചിരിയുടെ മുഖമല്ല, പുഞ്ചിരിയുടെ മുഖമല്ല, മറ്റൊരു മുഖമുണ്ട്. ആ മുഖം വളരെ വികൃതമാണ്. ആ മുഖം നമ്മൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത മുഖമാണ്. അത്രയ്ക്ക് വലിയൊരു രാജ്യസ്നേഹിയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആ വിഷയം അന്നത് അദ്ദേഹം വ്യക്തത വരുത്തി പറഞ്ഞില്ലെങ്കിലും അന്ന് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇവിടുത്തെ സൈനികനെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചിട്ട് തിരിച്ചു വരാത്ത വിഷയത്തിൽ അന്ന് രാത്രിയിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സഹായം തരികയും ഇസ്രായേലിന്റെ സൈനിക അല്ലെങ്കിൽ വിമാനങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുകയും കപ്പൽപ്പട ഉരുത്തിരിയുകയും ഒക്കെ ചെയ്തപ്പോൾ ലോകത്ത് റഡാർ സംവിധാനത്തിൽ നോക്കൂ, പാകിസ്ഥാനെ കത്തിക്കാൻ പ്രാപ്തമായിട്ട് ഇന്ത്യയും ഇസ്രായേലും തയ്യാറെടുക്കുന്നു. കരയിലും അല്ലെങ്കിൽ ആകാശമാർഗവും ഒന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ഒരുപക്ഷെ അന്ന് രാത്രി പാകിസ്ഥാനിൽ കരണ്ട് വരെ പോയി. പാകിസ്ഥാൻ വിറച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോഴാണ് യഥാർത്ഥ മുഖം മനസ്സിലായത്. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് പാകിസ്ഥാനത്ത് പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ സൈനികനെ തിരിച്ചു കൊടുക്കുക, വേറെ നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കൊടുക്കുന്നതിനപ്പുറം എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊള്ളണം. ഞങ്ങൾക്ക് പോലും ലോക രാജ്യങ്ങൾക്ക് തടയാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഇവർ ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്നു, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ സൈലന്റ് ഇൻഫർമേഷൻ കൊടുത്തെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതോടുകൂടിയാണ് പിറ്റേന്ന് ഈ പറയുന്ന സൈനികനെ
വെള്ളിത്താലത്തിൽ കൊണ്ട് തരുന്നത് പോലെ ഇന്ത്യയിൽ കൊണ്ടു തന്നത്. അപ്പോൾ ഇതിനെന്ത് വേണം എന്ന് തീരുമാനിക്കാൻ വലിയ പരിപാടികൾ വെട്ടിച്ചുരുക്കി ഉറക്കമിളച്ച് വെളുപ്പാങ്കാലത്ത് വന്ന് എയർപോർട്ടിൽ കമ്മിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചടി ഉറപ്പാണ്. ആ തിരിച്ചടി ഉണ്ടാവുക തന്നെ വേണം. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യത്തിനെ വിഭജിക്കുന്ന ഒരു ഭീകരാക്രമണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ വിഭജിച്ചു തരുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു ഭീകരാക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാര്യയും ഭർത്താവും നിന്നപ്പോൾ ഭർത്താവിനെ കൊന്നിട്ട് എന്നെയും കൂടെ കൊല്ലാൻ പറഞ്ഞപ്പോൾ നീ പോയി പറയണം മോദിയോട് ഞങ്ങളുടെ അജണ്ട ഇതാണെന്ന്. അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ട് മറ്റ് വാദങ്ങളിൽ നിന്ന് വ്യത്യാസമായി അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യാസമായി മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഹിന്ദുക്കളെ മാത്രം കൊല്ലുന്ന രീതിയിലേക്കോ വളരെ വ്യക്തമായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്ന ഭീകരാക്രമണമായിട്ട് ഈ ആക്രമണം മാറിയത്. അതായത് ഇന്ത്യയിലെ നരേന്ദ്രമോദി ഹിന്ദുവാണ്, ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കുന്നതിന് ഞങ്ങളുടെ തിട്ടൂരം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അത് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ്. അല്ലാതെ ഏതൊരുത്തൻ ഭരിച്ചാലും ഇന്ത്യയിൽ ഒന്നും നടക്കത്തില്ല, അത് നരേന്ദ്രമോദി ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയിലൂടെയും അല്ലെങ്കിൽ വിഭജിച്ച് മാറ്റി നിർത്തി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം കൊന്നൊടുക്കിയതിലൂടെയും സിവിലിയൻസിനെ കൊന്നൊടുക്കിയതിലൂടെയും ഒക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട, പലവട്ടം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസരമാണ്. അതൊരു പക്ഷേ പ്രധാനമന്ത്രിയുടെ മാത്രം ആഗ്രഹമായിരിക്കത്തില്ല, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളിന്റെ ആഗ്രഹമാണ്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നടത്തിക്കൊടുക്കുന്ന ഒരു ഭരണാധികാരി തന്നെ ആയിരിക്കണം ഇന്ത്യ ഭരിക്കുന്നത്. അത്തരത്തിലുള്ള ഭരണാധികാരി ആണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് ഇന്ത്യക്കാരുടെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ കരുതലും ഇന്ത്യയോടുള്ള സ്നേഹവും ഒക്കെ പലവട്ടം ഇന്ത്യക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏതായാലും ഈ ഭീകര ആക്രമണത്തിന്റെ തിരിച്ചടി ഉണ്ടാകും. അത് എപ്പോഴുണ്ടാകും, ഏത് തരത്തിൽ ഉണ്ടാകും, ഏതൊക്കെ മേഖലയിൽ കൂടി ഉണ്ടാകും എന്നൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കത്തില്ല. അതൊക്കെ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയമാണ്. ആ തിരിച്ചടി ഉണ്ടാകും, ഉണ്ടായേ മതിയാകൂ. കാരണം ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു ഭീകരാക്രമണമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും അറബി രാജ്യത്തേക്ക്, വളരെ വലിയ സൗഹൃദമുള്ള രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയെ വേണ്ടപ്പെട്ടതായിട്ടുള്ള അറബി രാജ്യങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ച് അതിന് മറ്റു രാജ്യങ്ങളുടെ പരമോപകാരികൾക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർക്കും ഒന്നും കൊടുക്കാത്ത രീതിയിലേക്കുള്ള ആദരവ് കൊടുത്ത് സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ തമ്പടിച്ചിട്ട് കരാറുകൾ ഒപ്പിടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, വ്യാപാരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അതിന് തീരുമാനമെടുക്കാൻ നിൽക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന നരേന്ദ്രമോദി ഇസ്ലാമിക രാജ്യം സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല, ഞങ്ങളുടെ തിട്ടൂരങ്ങൾ ആണ് ഇവിടെ വിലപ്പോകുന്നത് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭീകരാക്രമണം നടന്നിട്ടുള്ള അതിന് വ്യക്തമായ നിർദ്ദേശം 2 ദിവസം മുമ്പേ ഈ പറയുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായതാണ്. അതുകൊണ്ട് തിരിച്ചടി വലിയ വലിപ്പത്തിലാകും. ഇനിയും ഇന്ത്യയെ ആക്രമിക്കുന്നവർ അല്ലെങ്കിൽ അതിന് തിട്ടൂരം കൊടുക്കുന്നവർക്ക് വളരെ കൃത്യമായ ഒരു മെസ്സേജ് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഏതൊക്കെ വലിപ്പത്തിലാകുമെന്ന് നോക്കി അല്ലെങ്കിൽ കണ്ടു തന്നെ ഇരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു.